സത്യം പറയാം എന്റെ മക്കളെ കാഴ്ച വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്റെ മക്കളെ ഇതിലോട്ട് വിളിച്ചെടുക്കരുത്. സുതിമോള് നിങ്ങളെല്ലാവരും അറിയുന്ന ഒരു യൂട്യൂബർ ആവും. 3 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു സാധാരണക്കാരി ആയിട്ടുള്ള ഒരു ഫാമിലി. അതായത് 3 പെൺകുട്ടികളാണ് അവർക്ക്. ആദ്യം ഒരു ഇരട്ട കുട്ടികൾ, അത് കഴിഞ്ഞൊരു വേറൊരു പെൺകുട്ടി ഉണ്ടായി. ഇവരെ കൂടുതൽ ആളുകൾ അറിയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പരിപാടിയിലാണ് ഇവർ ആദ്യമായി കാണുന്നത്. അന്നാണ് ഒരു വൈറൽ ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത്. അതിനോടകം പിന്നീട് അങ്ങോട്ട് അവരെ കുറിച്ച് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ യൂട്യൂബ് ചാനൽ വലിയ രീതിയിൽ ആളുകൾ തിരയാൻ തുടങ്ങി. വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലി. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മക്കളെ വെച്ച് ഇങ്ങനെ കാണിച്ച് വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പല ആളുകളും വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്നത് കണ്ടു. ഇവിടെ വളരെ മോശപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഗണത്തിലേക്ക് ഒരിക്കലും സുതിമോൾ എന്ന് പറയുന്ന ഈ ഒരു ചേച്ചിയെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ചിരി പമ്പൻ ചിരി എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ചിരിക്കാൻ വേണ്ടി കാണുന്നത്. പക്ഷെ അന്ന് സുതിമോളുടെ ആ ഒരു പ്രോഗ്രാം ഒരു 8 മാസം മുമ്പ് അവരവരുടെ ഒരു ജീവിതകഥ പറഞ്ഞുകൊണ്ടാണ് അവർ സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങുന്നത്. ഒരു പക്ഷെ നമ്മളെ ചിരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് വേറെ ഉണ്ടാവില്ല. അതിന്റെ ഒരു കഷ്ണം പോലും ഇവിടെ കാണിക്കാൻ കഴിയില്ല. കാരണം മനോരമയുടെ ചാനൽ ആയതുകൊണ്ട് എന്ത് ചെയ്താലും കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് കാണിക്കാൻ കഴിയാത്തത്. കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സുതിമോളുടെ എപ്പിസോഡ് പോയി കാണുക. കാരണം വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചതാ. അതായത് അവരുടെ അമ്മ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് യാചിച്ചിട്ടൊക്കെ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ ഹോട്ടൽ പണിയും കാര്യങ്ങള് അങ്ങനെ ഒരുപാട് ജോലി ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ടീം. ആ ഒരു ടീമിനെയാണ് മോശപ്പെട്ട രീതിയിൽ ഒരു വൃത്തികെട്ട നാറി ആരോ ഒരാൾ കമന്റ് ഇട്ടിട്ട് നാണം കെടുത്തിയത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവര് സങ്കടമുണ്ട്, പക്ഷെ എന്നാലും അവരുടെ പുഞ്ചിരി അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ചാനലിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക്. മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ. മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്നൊരു വരദാനമാണ്. ഞങ്ങൾ ആദ്യം എനിക്ക് 2 ടിൻസ് ഒറ്റ പ്രസവത്തിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച്. ദൈവം നോക്കുമ്പോഴത്തേക്ക് വിചാരിച്ചു 2 ഒരുമിച്ചിരിക്കട്ടെ. അവൾ ഒന്നിനല്ല ആഗ്രഹിച്ചത്, 2 ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം എനിക്ക് വാരിക്കോ 2 മക്കളെ ഒരുമിച്ച് തന്നതാണ്. അല്ല 2 അച്ഛൻ്റെ മക്കളല്ല, അത് അവർ ഒരുമിച്ച് സൃഷ്ടിച്ച് ദൈവം എനിക്ക് തന്ന, എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്നതാണ് എന്റെ മക്കൾ. അങ്ങനെ കിട്ടിയ മക്കളാണ്. അപ്പൊ അവര് മതി, ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇനി അത് മതി എന്ന് ഓർത്തിരുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം ഞങ്ങൾ അറിയാതെ കിട്ടിയ ഒരു മുതലാണ് ഞങ്ങളുടെ സുണ്ടപ്പൻ. അല്ലാതെ ഞങ്ങളിത് കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരാളല്ല സുണ്ടപ്പൻ. ഓക്കെ, അവര് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ഒരു കുട്ടി കൂടി വരുന്നത്. അന്ന് ഇരട്ട പ്രസവിച്ചതാണ്. ഇനി മുരട്ട പ്രസവിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കോമഡിയൊക്കെ ആ ഒരു പരിപാടിയിൽ അവർ പറഞ്ഞതെങ്കിൽ കൂടി അവർക്കൊരു കുട്ടിയും കൂടി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ പട്ടിണിയാണെങ്കിലും ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാളുടെ കമന്റ്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കണം ആളുകളുടെ പോക്ക്, ആളുകളുടെ കമന്റ് പോകുന്ന പോക്കെന്ന് കണ്ടോക്കെ. അതാണ് അവസ്ഥ. വളരെ മോശപ്പെട്ട രീതിയിൽ ദാരിദ്ര്യമാണ്, ദാരിദ്ര്യരേഖക്ക് താഴെയാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു കുറവില്ലല്ലേ എന്നുള്ള ഒരു വൃത്തികെട്ട ആ ഒരു മൈൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ഇവരുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും വെള്ളത്തിൽ, ആകെ മലിനജലത്തിന്റെ ഇടയിൽ, വീട് എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയ കുറച്ച് എന്തൊക്കെ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഒരു വീടാണ്. ആ വീടിനകത്ത് നിന്നുകൊണ്ട് അവർ സത്യം പറഞ്ഞില്ലെങ്കിൽ സ്വന്തം പണം കൊണ്ട് അവരൊരു വീട് വെക്കണം എന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ അവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് യൂട്യൂബിൽ നിന്നും അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ളതായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ അവസ്ഥ കണ്ട് പല ആളുകളും സഹായിച്ചു, സംഘടനകൾ ഒരുപാട് സഹായിച്ചു. അങ്ങനെ അവർക്കൊരു വീട് വെക്കാനുള്ള സംവിധാനങ്ങൾ, ഒരു സ്ഥലം വാങ്ങാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ആളുകൾ ഉണ്ടാക്കി കൊടുത്ത്, ഒരിക്കലും ആളുകളുടെ കയ്യിൽ ഇങ്ങനെ കൈ നീട്ടി വാങ്ങാതെ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അവർ സഹായിക്കാന്ന് വിചാരിച്ചപ്പോൾ ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാനത് വാങ്ങാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അല്ലാതെ അവരിങ്ങോട്ട് കൈനീട്ടി യാചിച്ച് വാങ്ങിയതല്ല, അവരുടെ കുട്ടികളെ വീഡിയോയിൽ കാണിച്ച് വാങ്ങിയതുമല്ല. അവരുടെ അവസ്ഥ നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവരുടെ ചാനലിൽ കയറിയിട്ട് അവരെ പോലെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അങ്ങനെയെങ്കിലും ഒരു നന്മ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു വ്യൂവർ ആയിട്ടെങ്കിലും അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അവർക്ക് ജീവിക്കാനുള്ള ഒരു വകുപ്പ് അതിലൂടെ കിട്ടുന്നുള്ള. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്ലേ ബട്ടൺ കിട്ടി. അവരുടെ ആദ്യമായി വരുമാനം വരുന്നേ ഉള്ളൂ. ആ ഒരു വരുമാനത്തെ കുറിച്ചൊക്കെ അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതൊന്ന് കേൾക്കാം. എന്റെ മക്കള് കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ എന്റെ മക്കളെ ഇതിന്റെ അത് വലിച്ചിടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. മക്കളെ ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് അവൾ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുക. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ അവരുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി, ആ ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു വരദാനാണത്. ആ ഒരു പുഞ്ചിരി,
ഒരു ചിരി ബമ്പർ ചിരിയിൽ അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ആ ചിരി അവിടെ ഒതുക്കി പിടിച്ചിട്ട് അത് അധികം ആരും അറിയരുത്, ആരും കാണരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ചിരി കാണിക്കുന്നത്. സുധിമോളെ കൂടുതൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ യൂട്യൂബ് ചാനലിൽ പോയി കാണുക. ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് വിഷം, അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ടാവും, കൂടെ പഠിക്കുന്നവരുണ്ട്, അത് കാണുമ്പോൾ നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല ഇതൊക്കെ പേര്, അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. 15 വയസ്സുള്ള മക്കളല്ലേ, അവരുടെ മനസ്സിൽ കുറെ വിഷമങ്ങൾ വരാം. അതെനിക്ക് ഭയങ്കര വിഷമം വന്നു. മക്കളെ കാണിച്ച് തെണ്ടി സ്ഥലം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും, സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഒലിച്ചിരി വമ്പർച്ചിരി വന്നതിന് ശേഷമാണ് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞ് എല്ലാവരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അതിനു മുന്നേ ഒരു സ്തുതി ഉണ്ടായിരുന്നു, ആരും അറിയാവുന്ന ഒരു സ്തുതി ഉണ്ടായിരുന്നു. ഇവരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടാൽ അറിയാം, അവര് ഭയങ്കര രസകരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. ഇവരുടെ ഈ സംസാര രീതി തന്നെയാണ് ഒരുപക്ഷെ ആളുകളിലേക്ക് ഇവരെ കൂടുതൽ അടുപ്പിക്കുന്നത്. ഇവരുടെ അമ്മ ക്രിസ്ത്യനും അച്ഛൻ ഒരു ഹിന്ദുവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 2 മതത്തിലും കുറച്ച് കാര്യങ്ങൾ അറിയാം. പിന്നെ 2 മതത്തിനോടും താല്പര്യമുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൃപാസനം പള്ളിയിലൊക്കെ പോയതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഒരു അതിനെ കുറിച്ച് അമ്പലത്തിൽ പോയതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വളരെ നിഷ്കളങ്കമായിട്ടാണ് അവർ പറയുന്നത്. ദൈവമെല്ലാം ഒന്നാണെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ മക്കളെയാണ് ആളുകൾ ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത്. അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് തെണ്ടിക്കൊണ്ടുണ്ടാക്കിയ പണമാണ് എന്ന രീതിയിൽ ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 15 വയസ്സായിട്ടുള്ള മക്കളാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കൊക്കെ മാനസികമായിട്ട് ഒരു വലിയ തകർച്ച ഉണ്ടാവും. അവരൊരിക്കലും അങ്ങനെ ആരെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഒരു വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചല്ല. പക്ഷെ നിർബന്ധിച്ചുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പോ അത് ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇവര് ഇപ്പോഴും തമാശ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അത് വളരെ മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് എല്ലാം പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് ഞാൻ പൊറോട്ട കമ്പനി പോകും. എനിക്ക് നടക്കണം, ഇതിന് വലിയ ഫ്ലോർ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പൊറോട്ട കമ്പനി ചെന്ന് പണിയെടുത്തിട്ടുണ്ട്, തുണിക്കട നിന്നിട്ടുണ്ട്, ചെരുപ്പുകട നിന്നിട്ടുണ്ട്, റേഷൻ കട നിന്നിട്ടുണ്ട്, തെങ്ങ് കയറിയിട്ടുണ്ട്. ഇത് ഹോട്ടലിലൊക്കെ പുറകില് പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ പണിക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ചെയ്യാത്ത പണികളൊന്നുമില്ല, ഹോട്ടലിൽ പണിക്ക് ചെയ്യുന്നത്, വേസ്റ്റ് വരെ കൈകൊണ്ട് വാരിയിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചത് ഒരു സ്തുതിയുണ്ട്. ആ ഒരു സ്തുതിക്ക് സത്യം പറയാൻ എന്റെ മക്കളെ കാഴ്ച വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ആ ഒരു സ്ത്രീയുടെ കണ്ണുനീര് അത് പുറത്തേക്ക് വരുത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ജീർണിച്ച മനോഭാവമുള്ള ഒരാളുടെ കമന്റ് തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അവർ എന്തൊക്കെ ജോലി ചെയ്തു എന്ന് അവർ പറഞ്ഞു. അത്ര അധികം കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ഒക്കെ ചെയ്തുകൊണ്ടാണ് ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എന്തിനു ദ്രോഹിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ കരുണ കൊണ്ട് അവര് രക്ഷപ്പെട്ടു പോവുകയാണ്. ദൈവം പല ആളുകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും അവരുടെ ഒരു ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരെ ദ്രോഹിക്കാതിരുന്നാൽ മാത്രം മതി, അവരെ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് അവര് ദൈവതുല്യരായിട്ട് മാറും. കാരണം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വൃത്തികെട്ട വാക്കുകള് അത് ചവിട്ടി തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ്. മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എല്ലാരും എന്നോട് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോ ഞാനല്ലേ വെച്ചു. കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ അതൊരു വീഡിയോ ആക്കി ഇട്ടാല് ചിലപ്പോ എന്റെ മക്കൾ നല്ലൊരു വീട്ടിൽ കിടക്കാൻ പറ്റുമെന്ന് മാത്രം ഞാൻ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുള്ളായിരുന്നു. ഓക്കെ, പറഞ്ഞത് കേട്ടില്ലേ? ആളുകള് ഒരു സഹായം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ നിരസിക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ മക്കൾ സമാധാനത്തോടു കൂടി നല്ലൊരു വീട്ടിൽ താമസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. നിങ്ങൾ അവരെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ യൂട്യൂബ് വഴി അവരുടെ വീഡിയോ ഒന്ന് കാണുക. ആ വീഡിയോ കണ്ടാൽ അറിയാം അവരുടെ വീടിന്റെ ഒരു ശോചനമായ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൂടാതെ അവരത്ര ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും ചിരി മുഖത്ത് ഇങ്ങനെ വിടർത്തിക്കൊണ്ട് ഭയങ്കര രസകരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അവരെ ദൈവം അവരുടെ ഭർത്താവ് തന്നെയാണ് എന്നൊക്കെ ഈ പരിപാടിയിൽ പറഞ്ഞപ്പോൾ സത്യം പറയുന്നുണ്ടെങ്കിൽ ഞാനാകെ കോരിത്തരിച്ചു. ആ പ്രോഗ്രാം മുഴുവൻ കാണുമ്പോൾ സങ്കടം വന്നിരുന്നുള്ള, ചിരിക്കാൻ തോന്നിയില്ല. അവരുടെ ചിരി പോലും നമുക്ക് സങ്കടമായിട്ട് തോന്നി എന്നുള്ളതാണ്. അപ്പൊ സുധിമോളെ പോലെയുള്ള ആളുകളെ ചേർത്ത് നിർത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ചേർത്ത് നിർത്താൻ കഴിയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ സ്നേഹം കൊണ്ട് വാരി പുൽകാൻ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. ഒരുപാട് വീട്ടമ്മമാരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ആ ഒരു രസകരമായിട്ടുള്ള സംസാര രീതിയും അവരുടെ അവതരണമൊക്കെ കേൾക്കാനും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പൊ സുധിമോളേനെ നിങ്ങൾ എന്താ പറയുക സഹായിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക മാത്രം എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഓക്കെ, ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. പിന്നെ ബെല്ലൈക്കനൊക്കെ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. അപ്പൊ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.